ഗുഡ് മോർണിംഗ് ഓൾ. തേർഡ് മൊഡ്യൂളിലെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. ഇന്നെടുക്കാൻ പോകുന്നത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ എയർ പൊല്യൂഷനിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഇത് നോക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എയർ പൊല്യൂഷൻ്റെ കോസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് വാട്ടർ പൊല്യൂഷനും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ ഈസ് ദ ഡിറ്റീരിയറേഷൻ ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ brought about mainly by human activities and natural resources. അപ്പോൾ നാച്ചുറലി അല്ലെങ്കിൽ മാൻമെയ്ഡ് റീസൺസ് കാരണം വാട്ടറിന് സംഭവിക്കുന്ന പൊല്യൂഷനാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് വാട്ടറിൻ്റെ ആ ഒരു ക്വാളിറ്റീനെ ഡിറ്റീരിയേറ്റ് ചെയ്യുന്നത്. ഡിറ്റീരിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീനെ ലെസൺ ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ആവുകയാണ്. അതിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റി ആയാലും കെമിക്കൽ ക്വാളിറ്റി ആയാലും ബയോളജിക്കൽ ക്വാളിറ്റി ആയാലും അതിനൊക്കെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാക്സിമം അതുപോലെ തന്നെ നോക്കുക. ഇറ്റ് ഈസ് ദ ഡിറ്റീരിയറേഷൻ ഓഫ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ടും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നാച്ചുറലി വരുന്ന റീസൺസും ഉണ്ട്. ദെൻ we are going to discuss about what are the sources of water pollution. വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വണ്ണായിട്ട് കൊടുത്തിരിക്കുന്നത് ഡൊമസ്റ്റിക് സീവേജ് ആണ്, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വരുന്ന മാലിന്യം. യൂഷ്വലി ദ എഫ്ലുവൻറ്റ് റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ഇൻ ടു വാട്ടർ ബോഡീസ്. അപ്പോൾ ഈ ഒരു നമ്മൾ മാലിന്യങ്ങൾ അല്ലെങ്കിൽ എഫ്ലുവൻറ്റ് ഈ മാലിന്യങ്ങളെ സീവേജ് എന്ന് പറയുന്നത് മലിനജലത്തിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. ഈ മലിനജലത്തിലൂടെ വരുന്ന മാലിന്യങ്ങൾ അവസാനം പുറന്തള്ളുന്നത് നമ്മൾ ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്കാണ്. വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്തോ നമ്മുടെ വീടിൻ്റെ അടുത്ത് കൂടെ പോണ പുഴയോ തോടോ അരുവിയോ എന്തോ ആവാം, അതിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇഫ് ദ എഫ്ലുവൻറ്റ് ഈസ് നോട്ട് ഓഫ് അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഇറ്റ് വിൽ കോസ് പൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു വലിച്ചെറിയുന്ന മാലിന്യം അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. In some cases, partly treated sewage is directly discharged into surface water like rivers and such rivers get polluted. അപ്പം കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാതെ മാലിന്യങ്ങൾ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്ക് ത്രോ ചെയ്യുമ്പോൾ അത് ആ വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ റിവേഴ്സ് ആയാലും പോൺസ് ആയാലും ഏത് വാട്ടർ ബോഡി ആയാലും അതിനെ പൊല്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു വാട്ടർ ബോഡീസ് വിത്തൗട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറീസിൽ നിന്ന് വരുന്ന വാട്ടറും ഈ പറയുന്ന ഇൻഫ്ലുവൻസും എങ്ങനെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ്. ദ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മേ ക്യാരി എ നമ്പർ ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസസ് വിച്ച് വിൽ കോസ് പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരു മാലിന്യം പോലെ ആവില്ല ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന മാലിന്യം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ഹാംഫുള്ളായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ ടോക്സിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് അതിലുണ്ടാവും. അപ്പോൾ അതും എന്ത് ചെയ്യാണ്, വാട്ടറിനെ അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ ബോഡീസിനെ ഹൈ ലെവലിൽ പൊല്യൂട്ട് ചെയ്യാണ്. ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് കോസിങ് പൊല്യൂഷൻ ആർ കെമിക്കൽ, ഓയിൽ, പൾപ്പ്, പേപ്പർ, ഷുഗർ, ഡിസ്റ്റിലറീസ്, ടെക്സ്റ്റൈൽ, ഫെർട്ടിലൈസേഴ്സ്. ഈ പറയുന്ന എന്തിൻ്റെ ഫാക്ടറി ആയാലും, ഇനിയിപ്പോൾ ഓയിലിൻ്റെ ഫാക്ടറി ആയാലും പേപ്പറിൻ്റെ ഫാക്ടറി ആയാലും ഷുഗർ ഫാക്ടറി ആയാലും ടെക്സ്റ്റൈൽസ് നമ്മുടെ ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയാലും എന്തായാലും തന്നെ അതിൻ്റെയൊക്കെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ വരുന്ന ഈ എഫ്ലുവൻസ് എന്ന് പറയുന്നത് അത്രയും ഹാംഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് വാട്ടർ പൊല്യൂഷൻ അത്രയും ഹാംഫുൾ ആയിട്ടുള്ളൊരു വാട്ടർ പൊല്യൂഷന് കാരണമാവുമെന്നാണ് പറയുന്നത്. അടുത്തൊരു സോഴ്സായി പറയുന്നത് കാച്ച്മെൻറ്റ് ഏരിയ എന്നാണ്. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന, ചിലപ്പോൾ അധികം റിവറിൻ്റെ അടുത്തുള്ളതോ അങ്ങനത്തെ ഏരിയാസോ ആവും, അല്ലെങ്കിൽ സ്വതവേ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയാസിനെയും നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ വാട്ടർ പാസിംഗ് ത്രൂ സച്ച് ഏരിയ മേ ഹാവ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിൽ വെള്ളം കിടക്കുന്ന ഏരിയ എന്തുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും ആ വെള്ളത്തിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതിലൂടെ ഈ വരുന്ന വെള്ളം പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആയാലും പെസ്റ്റിസൈഡ്സ് ആയാലും ഇതിലും കൂടെ മിക്സ് ആവുകയാണ്. അപ്പോൾ അതും വാട്ടർ പൊല്യൂഷനൊരു റീസണാണ്. അടുത്തത് ട്രാവൽ ഓഫ് വാട്ടർ എന്നുള്ളതാണ് അടുത്തൊരു സോഴ്സായിട്ട് പറയുന്നത്. ദ വാട്ടർ ഹാസ് ടു ട്രാവൽ ടു റീച്ച് സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ. അപ്പോൾ വാട്ടർ ആ ഒരു അതിൻ്റെ ഒരു റിവറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ സോഴ്സായിട്ടുള്ള ഓഷ്യനിലേക്ക് അല്ലെങ്കിൽ സീലേക്ക് എത്തണമെന്നെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്.
ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൗണ്ട് ഇറ്റ് വിൽ ഹാവ് ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ അത് പോരുന്ന ആ ഗ്രൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് ഏതൊക്കെ സ്ഥലത്തിലൂടെയാണോ അത് പോരുന്നത് അതിനനുസരിച്ച് ആ വാട്ടറിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റീനെ അത് ഇല്ലാതാക്കും, ഇമ്പ്യൂർ ആവും എന്നുള്ളതാണ് പറയുന്നത്. ഇമ്പ്യൂർ ആവുക എന്ന് വെച്ചാൽ അതിൻ്റെ അതിൽ നല്ല ഗുണങ്ങളെല്ലാം പോയിട്ട് ചീത്ത വെള്ളമാകുന്ന പറയുന്നത്. സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ. ഫ്രം ദ സർഫസ് റൺ ഓഫ് ദ സോഴ്സ് ഓഫ് വാട്ടർ റിസീവ്സ് ഓർഗാനിക്, മിനറൽ ആൻഡ് ബാക്ടീരിയ. അപ്പോൾ ആ ഒരു സോഴ്സിൽ നിന്ന്, ഫ്രം ദ സർഫസ് റൺ ഓഫ്, ആ ഒരു ഒഴുകുന്ന ആ ഒരു സർഫസിൽ നിന്ന് ഇതിന്ന് ഓർഗാനിക്സും മിനറലും അതേപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ട്. ഹെൻസ് ദ വാട്ടർ അവൈലബിൾ ഫ്രം ദ സോഴ്സസ് ഇറ്റ് സെൽഫ് മേ ബി ഹൈലി കണ്ടാമിനേറ്റഡ്. അപ്പോൾ ആ ഒരു സോഴ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആയാൽ, സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തും ആവാം, ഒരു റിവർ ആവാം, ഒരു വാട്ടർ സോഴ്സായിട്ട് നമ്മൾക്ക് റിവറിനെ കൂട്ടാം അല്ലെങ്കിൽ ഒരു പോണ്ടിനെ കൂട്ടാം. ആ സോഴ്സ് കണ്ടാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന വാട്ടറും യൂഷ്വലി കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. സോഴ്സ് ഓൾറെഡി കണ്ടാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വാട്ടർ പൊല്യൂഷൻ ആ വെള്ളത്തിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത്രയും ടോക്സിക്കായ എലമെൻറ്റ്സ് ആ സോഴ്സിൽ നിന്ന് തന്നെ വാട്ടറിൽ മിക്സ് ആവാൻ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ദ വാട്ടർ ഈസ് ഡെലിവേർഡ് ടു ദ കൺസ്യൂമർ ത്രൂ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പൈപ്പ്സ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈമിലൊക്കെ വാട്ടർ എന്ന് പറയുന്നത് കുറച്ച് വാട്ടറിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പൈപ്പിലൂടെയൊക്കെ എല്ലായിടത്തേക്കും എത്തിക്കുന്ന പൈപ്പ് പദ്ധതികൾ, അങ്ങനത്തെ പൈപ്പ് ലൈൻ അങ്ങനത്തെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ദീസ് പൈപ്പ്സ് ആർ ലൈറ്റ് ബിലോ ദ ഗ്രൗണ്ട്. നമുക്കറിയാം ഈ പൈപ്പെല്ലാം പോകുന്നത് മണ്ണിൻ്റെ അടിയിലൂടെയാണ്. ഇഫ് ദ ജോയിൻറ്റ്സ് ആർ ലീക്കി ദ ഫ്ലോയിങ് വാട്ടർ ഗെറ്റ്സ് കണ്ടാമിനേറ്റഡ് ബൈ സറൗണ്ടിങ് സബ്സ്റ്റൻസസ് അറൗണ്ട് ദ പൈപ്പ്. അപ്പോൾ മണ്ണിൻ്റെ അടിയിലൂടെയാണ് ഈ പൈപ്പ് പോകുന്നത്, അതിലൂടെയാണ് വെള്ളം, ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം ട്രാവൽ ചെയ്തിട്ട് ആവശ്യക്കാരുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഇൻ കേസ് ഈ ഒരു പൈപ്പിൽ എവിടെയെങ്കിലും മണ്ണിൻ്റെ അടിയിൽ വെച്ച് ഒരു ബ്രേക്കേജ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു ലീക്കേജ് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കുന്ന പറയുന്നത്, ആ എവിടെ വെച്ചിട്ടാണ് ആ ലീക്കേജ് സംഭവിച്ചത് അവിടുത്തെ ആ മണ്ണിലുള്ള അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള മാലിന്യങ്ങളും കൂടി ഈ വാട്ടറിൽ മിക്സ് ആയിട്ടാണ് ബാക്കി വെള്ളം പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടോ അതെല്ലാം ഈ വെള്ളത്തിലും കൂടെ മിക്സ് ആവുകയാണ്. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഡൊമസ്റ്റിക് സിവേജ്, വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ. രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഫാക്ടറിയിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വേസ്റ്റുകൾ. ദെൻ കാച്ച്മെൻറ്റ് ഏരിയ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ. ദെൻ ട്രാവൽ ഓഫ് വാട്ടർ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂട്ട് ആവാനുള്ള ചാൻസസ്. ദെൻ സോഴ്സസ് ഓഫ് വാട്ടർ സപ്ലൈ, ഈ ഒരു വാട്ടറിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ റിവർ ആയാലും പോൺസ് ആയാലും ലേക്ക് ആയാലും ഏതൊക്കെയാണ് സോഴ്സസിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൈപ്പ് ലൈൻ, ആ സംഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന മിസ്റ്റേക്കിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ അതിലൂടെ സംഭവിക്കുന്ന വാട്ടർ പൊല്യൂഷൻ. അടുത്തതായി നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എഫക്ട്സ് ആണ്. മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ പൊല്യൂഷൻ, കെമിക്കൽ പൊല്യൂഷൻ ആൻഡ് ബയോളജിക്കൽ പൊല്യൂഷനായിട്ടാണ് മൂന്നായിട്ടാണ് വാട്ടർ പൊല്യൂഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെയും കെമിക്കൽ പ്രോപ്പർട്ടീനെയും ബയോളജിക്കൽ പ്രോപ്പർട്ടീനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫിസിക്കൽ പൊല്യൂഷൻ, കെമിക്കൽ പൊല്യൂഷൻ ആൻഡ് ബയോളജിക്കൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എഫക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ആണ് നോക്കുന്നത്. ഫിസിക്കൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ വാട്ടർ വിത്ത് റിഗാർഡ് ടു ഇറ്റ്സ് കളർ, ഫോം, ടർബിഡിറ്റി, ഡെൻസിറ്റി ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ്. അപ്പം ഫിസിക്കൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വാട്ടറിൻ്റെ കളർ, ഫോം, ടർബിഡിറ്റി, ഡെൻസിറ്റി ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ്. ഈ പറയുന്നതാണ് വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊല്യൂഷൻ, ഫിസിക്കലായിട്ട് വാട്ടറിന് പൊല്യൂഷൻ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചേഞ്ച് വരും. അതിൻ്റെ കളർ മാറാം, ഫോം മാറാം, ടർബിഡിറ്റിക്ക് ചേഞ്ച് വരാം, ഡെൻസിറ്റിക്ക് ചേഞ്ച് വരും, അങ്ങനെ ഇത് ഈ പറയുന്നതിനൊക്കെ ചേഞ്ച് വരാം. Turbidity is due to the presence of salts of iron and manganese, finely divided suspended matter, etc. ഓക്കെ, അപ്പോൾ ടർബിഡിറ്റി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വാട്ടറിൽ സോൾട്ടിൻ്റെ, അയൺ സോൾട്ടിൻ്റെയും മാംഗനീസിൻ്റെയും ഒക്കെ എലമെൻറ്റ്സ് കൂടുമ്പോഴാണ് ആ ഒരു ടർബിഡിറ്റിക്ക് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാൾട്ട്, അയൺ സാൾട്ടിൻ്റെയും മാംഗനീസിൻ്റെയും ഒക്കെ ഒരു എഫക്ട്സ് ഉണ്ടാകുന്നതാണ് ടർബിഡിറ്റിന്. അല്ലെങ്കിൽ ടർബിഡിറ്റി എന്ന് പറയുമ്പോൾ ആ വാട്ടറിൻ്റെ കളറിലെന്ന് മാത്രമല്ല കുറച്ചൊരു ചളി കളറിന് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസിക്ക്, ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആവില്ല,
ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതിനാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഹൈലി കളേർഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോണ്ടറിങ്, ഡൈയിങ്, പേപ്പർ മേക്കിംഗ് ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. അപ്പോൾ ആ വാട്ടറിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് ആ വാട്ടർ പിന്നെ ലോണ്ടറിങ്ങിനോ അല്ലെങ്കിൽ വാഷിങ്ങിനോ ഡൈയിങ്ങിനോ പേപ്പർ മേക്കിങ്ങിനോ ടെക്സ്റ്റൈൽസ് യൂസേജിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Rise in temperature of water to a harmful level due to industrial wastewater from factories, mills, cooling towers, thermal power plants and nuclear power plants. ഓക്കെ, അപ്പോൾ അടുത്ത് പറയുന്നത് ഫിസിക്കൽ പൊല്യൂഷനിൽ ടെമ്പറേച്ചർ കൂടുന്നതാണ്. ഇപ്പോൾ ഒരു ഫാക്ടറീസിൽ നിന്ന് വരുന്ന വാട്ടർ ആയാലും മിൽസിൽ നിന്ന് വരുന്ന വാട്ടർ ആയാലും അല്ലെങ്കിൽ കൂളിംഗ് ടവേഴ്സിൽ നിന്നായാലും തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന വാട്ടർ ആയാലും ആ വാട്ടറിൻ്റെ സ്വാഭാവികമായിട്ടും അതിൽ ടെമ്പറേച്ചർ ലെവൽ കൂടുതലായിരിക്കും. അത് ഈ ഒരു ഹാർംഫുൾ ലെവലിലുള്ള ടെമ്പറേച്ചർ ആവുകൊണ്ട് അത് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് ഡിറ്റീറിയേഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്. ദെൻ ഇറ്റ് വിൽ റൈസ് ദ ടെമ്പറേച്ചർ ആൻഡ് റെഡ്യൂസ് ദ റിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടറിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വാട്ടറിലെ ഓക്സിജൻ്റെ അളവ് കുറയുക ചെയ്യുന്നത്. ഫോം ഈസ് ഡ്യൂ ടു യൂസ് ഓഫ് സിന്തറ്റിക് ഡിറ്റർജൻസ്. ഫോം എന്ന് പറയുന്നത് വാട്ടറിലൊരു ഈ നൊരയും പതിയും അങ്ങനത്തെ എലമെൻറ്റ്സ് വരുന്നതിനെയാണ് ഫോം എന്ന് പറയുന്നത്. അത് സിന്തറ്റിക് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ മിക്സിംഗ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വിത്ത് വാട്ടർ. അപ്പോൾ ഇതും എവിടെയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ അളവിനെയാണ്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ഈ വാട്ടറിൽ മിക്സ് ആവുന്നതിനെ ബാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വാട്ടറിൻ്റെ ഫിസിക്കൽ പൊല്യൂഷനിൽ സംഭവിക്കുന്ന എഫക്ട്സ്. അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് വാട്ടറിൻ്റെ ഫിസിക്കലി ഉള്ള പ്രോപ്പർട്ടീസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കളറിന് ചേഞ്ച് വരാം, ഫോം, നൊരയും പതിയുള്ള അങ്ങനത്തെ എലമെൻറ്റ്സ് വാട്ടറിൽ വരാം. അതേപോലെ തന്നെ ടർബിഡിറ്റി, ഒരു ക്ലാരിറ്റിക്ക് കുറച്ചൊരു കലങ്ങിയ വെള്ളം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡെൻസിറ്റി, സാന്ദ്രതയിൽ ചേഞ്ച് വരാം. പിന്നെ അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസിലൊക്കെ ചേഞ്ച് വരാമെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് കെമിക്കൽ പൊല്യൂഷനാണ്. വാട്ടറിൽ സംഭവിക്കുന്ന കെമിക്കൽ പൊല്യൂഷനാണ്. ദ കെമിക്കൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ കോസസ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് അസിഡിറ്റി, ആൽക്കലിനിറ്റി ആൻഡ് pH ആൻഡ് pH ലെവൽ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ കെമിക്കൽ പൊല്യൂഷനിൽ പറയുന്നത് ആ വാട്ടറിൻ്റെ അസിഡിറ്റിനെയും ആൽക്കലിനിറ്റിനെയും അതിൻ്റെ pH ലെവലിനെയൊക്കെ അത് ബാധിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ ഓർഗാനിക് പൊല്യൂട്ടൻസ്. ഓർഗാനിക് പൊല്യൂട്ടൻസിൻ്റെ യൂസേജ് കാരണം ഈ ഒരു വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് കേടുവരുന്ന രീതിയിലുള്ള പൊല്യൂഷൻ സംഭവിക്കാം. ഓർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് carbohydrates, fats, all other decomposable matters like vegetables, part of plants and dead animals causes chemical pollution. അപ്പോൾ കെമിക്കൽ പൊല്യൂഷന് കാരണമാവുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പിന്നെ ബാക്കി വരുന്ന ഡീകമ്പോസിബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയാലും പ്ലാന്റ്സ് ആയാലും പ്ലാന്റ്സിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളായാലും പിന്നെ ഡെഡ് ആനിമൽസ് ആയാലും ഇതൊക്കെ വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീനെ ബാധിക്കുന്ന പൊല്യൂഷന് കാരണമാവുന്നുണ്ടെന്ന് പറയുന്നത്. Inorganic substances like chemical, acid, alkalis, heavy metals and toxic substances cause chemical pollution. അപ്പോൾ അതേപോലെ തന്നെ ഓർഗാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈ പറയുന്നവയും ഇനോർഗാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ആസിഡ്, ആൽക്കലി, ഹെവി മെറ്റൽസ് ഇതൊക്കെ കെമിക്കൽ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ്, ടോക്സിക് മെറ്റൽ വിൽ കോസ് കെമിക്കൽ പൊല്യൂഷൻ. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിൽ ലയിച്ചു പോകാത്ത, എക്സാമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ പ്ലാസ്റ്റിക് പോലുള്ള, അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ആയാലും ഫംഗിസൈഡ്സ് ആയാലും ഇൻസെക്ടിസൈഡ്സ് ആയാലും ഇതൊക്കെ കെമിക്കലിയാണ് വാട്ടറിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്ടറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെയാണ് ബാധിക്കുന്നത്. മെനി ഓഫ് ദ പെസ്റ്റിസൈഡ്സ് ആർ ക്യുമുലേറ്റീവ് ടോക്സിൻ ആൻഡ് കോസസ് സിവിയർ പ്രോബ്ലംസ് അറ്റ് ദ ഹയർ ആൻഡ് ഫുഡ് ചെയിൻ. അപ്പോൾ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് അത്രയും ഹൈ ലെവൽ ടോക്സിൻസ് ആണ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള അത്രയും ഹൈ ലെവൽ ടോക്സിക് ലെവൽസിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടോക്സിക് എലമെൻറ്റ്സ് വാട്ടറിൽ മിക്സ് ആകുമ്പോൾ ആ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫുഡ് ചെയിനെ ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല എല്ലാ ആനിമൽസും പ്ലാന്റ്സും വാട്ടർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ അത് ബാധിക്കുന്നതാണ് പറയുന്നത്. അടുത്തായി പറയുന്നത് ബയോളജിക്കൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ആണ്. ദ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ occurs mainly due to the presence of pathogenic bacteria, certain fungi, algae, virus etc. അപ്പം ബയോളജിക്കൽ പ്രോപ്പർട്ടീസിന്
എന്തെങ്കിലും ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ അത് വാട്ടറിലുള്ള ഈ പാത്തജനിക് ബാക്ടീരിയാസിൻ്റെയും സെർട്ടൈൻ ഫംഗസിൻ്റെയും ആൽഗ വൈറസ് ഈ പറയുന്നവയുടെ പ്രസൻസ് കാരണമാണ്. ബയോളജിക്കൽ പൊല്യൂഷൻ ഡ്യൂ ടു ദ ഡിസ്ചാർജ് ഓഫ് മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. അപ്പോൾ ഈ പറയുന്ന മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെയാണ് വാട്ടറിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിന് പൊല്യൂഷൻ സംഭവിക്കാനുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. സ്പ്രെഡിങ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ പൊല്യൂഷൻ. ബയോളജിക്കൽ പൊല്യൂഷൻ്റെ ഒരു വലിയ എഫക്റ്റ് എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഓഫ് വാട്ടർ ബോൺ ഡിസീസസ് ആണ്. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ സ്പ്രെഡിങ് ആണ്. ഒരു വാട്ടറിൻ്റെ ബയോളജിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ അറിയാം വാട്ടറിലൂടെയാണ് ഈ വൈറസും ബാക്ടീരിയാസും ഒക്കെ നമ്മളിൽ എത്തുന്നുണ്ട്. അപ്പോൾ ആ വാട്ടറിൽ ഈ നമ്മൾ കുടിക്കുന്ന വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാട്ടറിൽ ഈ പറയുന്ന വൈറസും ബാക്ടീരിയാസും ഫംഗസും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. Now, how to control water pollution? Proper treatment of wastewater and sewage before disposal into water bodies or land. അപ്പോൾ മലിനജലം അല്ലെങ്കിൽ മാലിന്യങ്ങൾ വെള്ളത്തിലേക്കും മണ്ണിലേക്കും ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് അത്രയും ഹാംഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഈ മണ്ണിലേക്കും വെള്ളത്തിലേക്കൊന്നും കളയാതിരിക്കുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാതിരിക്കുക. മിനിമൈസിങ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ പെസ്റ്റിസൈഡ്സിൻ്റെയും ഇൻസെക്ടിസൈഡ്സിൻ്റെയും അതേപോലെ ഫെർട്ടിലൈസേഴ്സിൻ്റെയും കീടനാശിനികളും രാസവളങ്ങളുടെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ഓഫ് വാട്ടർ സ്റ്റോപ്സ് ദ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ടു നാച്ചുറൽ വാട്ടർ. അപ്പോൾ പിന്നെ വാട്ടർ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു മെത്തേഡായിട്ട് പറയുന്നത്. Once used water is used for some other purpose is called a recycling, and once used water is used for same purpose is called reuse. അപ്പോൾ റീസൈക്ലിങ്ങും റീയൂസും നമ്മളൊരു ഡിഫറൻസ് പറഞ്ഞിരിക്കുകയാണ്. റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു തവണ യൂസ് ചെയ്ത വാട്ടർ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും യൂസ് ചെയ്യാണ്. റീയൂസ് എന്ന് പറയുമ്പോൾ ആദ്യം ഉപയോഗിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഇത് വീണ്ടും യൂസ് ചെയ്യുന്നതിനാണ് റീയൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വേസ്റ്റ് വാട്ടർ നാച്ചുറൽ വാട്ടറിലേക്ക് എൻ്റർ ആവുന്നതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് മുനിസിപ്പൽ എഫ്ലുവൻറ്റ് ഡിസ്ചാർജ് ഇൻ ടു വാട്ടർ സോഴ്സസ് എഫ്ലുവൻറ്റ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫോളോഡ്. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ നിന്നും ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റൊക്കെ വാട്ടറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ വേസ്റ്റിനൊരു മിനിമം വാട്ടറിൻ്റെ വാട്ടറിലുള്ള എലമെൻസിന് കേടുവരാത്ത രീതിയിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒന്ന് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. സ്യൂട്ടബിൾ ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫോംഡ് ടു റെഗുലേറ്റ് ദ എൻട്രി ഓഫ് വേസ്റ്റ് വാട്ടർ ഇൻ ടു ബോഡീസ്. അപ്പോൾ എന്തും വെള്ളത്തിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷന് മാറിയിട്ട് അത്യാവശ്യം നിയമങ്ങളൊക്കെ കൊണ്ടുവരണം. ആ നിയമങ്ങൾ ആളുകൾ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് വന്നാൽ ആളുകൾക്ക് പേടിയുണ്ടാവും. അങ്ങനെ വെള്ളത്തിൽ പോയിട്ട് എന്തും ഒഴിവാക്കാം അല്ലെങ്കിൽ വെള്ളത്തിലൂടെ എന്തും കളയാമെന്നൊരു മൈൻഡ് സെറ്റ് മാറിക്കിട്ടും. പൊല്യൂഷൻ കൺട്രോൾ റിമൈൻസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് എടുക്കണം എന്നാണ് പറയുന്നത്. പ്രോപ്പർ പ്ലാനിങ് ഓഫ് ടൗൺസ് സച്ച് ആസ് അഗ്രികൾച്ചറൽ ഫാംസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് ഷുഡ് ബി പ്ലാൻഡ് ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ്. അപ്പോൾ ടൗണൊക്കെ പുതിയൊരു ടൗൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്ലാൻസൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള പ്ലാനും അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ വാട്ടറിനെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനെ ഒന്നും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ഇതെല്ലാം എല്ലാ ഡെവലപ്മെൻറ്റ്സും നമ്മൾ കൊണ്ടുവരാൻ. പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ടു ട്രീറ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അപ്പം ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വേസ്റ്റും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ പ്ലാൻസ്, പവർ പ്ലാൻസ് ആയിട്ടല്ല, അങ്ങനത്തെ ഈ പ്ലാൻസും ഫാക്ടറീസൊക്കെ കൊണ്ടുവരുന്നില്ല. മാലിന്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാന്റുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ പൊല്യൂഷനാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പൊല്യൂഷനിൽ എയർ പൊല്യൂഷൻ കഴിഞ്ഞു. ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സോയിൽ പൊല്യൂഷനാണ്. ദ പ്രോഗ്രസ് ഓഫ് സിവിലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഡിസൈഡ് ഡേഞ്ചർ ടു സോയിൽ. അപ്പോൾ
എത്രത്തോളം നമ്മൾ ഡെവലപ്ഡ് ആവുന്നുണ്ടോ, എത്രത്തോളം സിവിലൈസ്ഡ് ആവുന്നുണ്ടോ, അത്രത്തോളം അത് പൊല്യൂഷനും കൂടെ ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത്. അത് അത്രത്തോളം സോയിലിന് മാത്രമല്ല വാട്ടറിനായാലും എയറിനായാലും ഒക്കെ ഡേഞ്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എക്കോളജിക്കൽ ഫാക്ടേഴ്സ്. പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഫോർ ദെയർ ന്യൂട്രിയൻസ്, വാട്ടർ ആൻഡ് മിനറൽസ്. അപ്പോൾ പ്ലാന്റ്സ് ആയാലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കോളജിക്കൽ ഫാക്ടറാണ് സോയിൽ എന്ന് പറയുന്നത്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വാട്ടറും മിനറൽസും എല്ലാം അവർ വലിച്ചെടുക്കുന്നത് ഈ പറയുന്ന മണ്ണിൽ നിന്നാണ്, അല്ലെങ്കിൽ സോയിൽ നിന്നാണ്. ദ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ഡിസ്പോസ്ഡ് ഓൺ സോയിൽ കോസ് ലാൻഡ് പൊല്യൂഷൻ ഓർ സോയിൽ പൊല്യൂഷൻ. നമ്മൾ മണ്ണിൽ ഡിസ്പോസ് ചെയ്യുന്ന കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ ഈ പറയുന്ന സോയിൽ പൊല്യൂഷന് അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ് ഓൺ ലാൻഡ് ഓൾസോ കോസസ് ലാൻഡ് പൊല്യൂഷൻ. അതേപോലെ തന്നെ ലാൻഡ് പൊല്യൂഷനും അത് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് സോഴ്സസ് ഓഫ് സോയിൽ പൊല്യൂഷൻ, എങ്ങനെയൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ മെയിനായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അർബൻ വേസ്റ്റ്, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്. ഫസ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഓൺ ലാൻഡ് ഈസ് ദ മേജർ കോസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫാക്ടറീസ് നിന്നൊക്കെ വരുന്ന വേസ്റ്റ് മണ്ണിൽ ഡിസ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മണ്ണിലേക്ക് വലിച്ചെറിയുന്നതിലൂടെയാണ് മെയിനായിട്ട് സോയിൽ പൊല്യൂഷൻ സംഭവിക്കുന്നത്. ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് ആർ മെയിൻലി ഡിസ്ചാർജ്ഡ് ഫ്രം പേപ്പർ മിൽസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഷുഗർ ഫാക്ടറീസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് എവിടെ നിന്നാണ് മണ്ണിലേക്ക് വരുന്നതാണ്? മെയിനായിട്ട് പേപ്പർ മിൽസ് ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഷുഗർ ഫാക്ടറീസ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ്, ഈ പറയുന്നവയിൽ നിന്നാണ് മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് മണ്ണിലേക്ക് എത്തുന്നത്. കെമിക്കൽ like iron, lead, mercury, copper, zinc, cadmium, aluminium, acid alkalis are present in industrial waste. ഈ പറയുന്ന അയൺ, ലെഡ്, മെർക്കുറി, സിങ്ക്, ആൽക്കലീസ് ഇതൊക്കെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം മണ്ണിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ സ്ലഡ്ജ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ്. അപ്പോൾ സോളിഡ് വേസ്റ്റിനേക്കാളും എന്താണ് ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന ചെളി അല്ലെങ്കിൽ സ്ലഡ്ജുകൾ എന്ന് പറയുന്നത്, ഒരു ചെളി ഫോമിലുള്ള അങ്ങനത്തെ വേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണ്. സോളിഡായിട്ടുള്ള ഖരരൂപത്തിലുള്ള വേസ്റ്റിനേക്കാളും ഡേഞ്ചറസ് ആണ് ഈ സ്ലഡ്ജുകൾ എന്ന് പറയുന്നത്. അതിൽ കുറച്ചുകൂടെ ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫാക്ടറീസിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്ന വേസ്റ്റാണ്. അതിൽ കെമിക്കൽ എലമെൻറ്റ്സ് കൂടുതലായിരിക്കും, അത് മണ്ണിന് അത്രത്തോളം ഡേഞ്ചറസുമാണ്. അടുത്തത് പറയാൻ പോകുന്നത് അർബൻ വേസ്റ്റാണ്. അർബൻ വേസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് കൊമേഴ്ഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റ്. അർബൻ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വേസ്റ്റും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റും പറയാം. ഓൾ അർബൻ സോളിഡ് വേസ്റ്റ് ആർ കോമൺലി റെഫേർഡ് ടു refuse, contain garbage, rubbish materials like glasses, paper, plastic, so on, causes soil pollution. അപ്പോൾ അർബൻ സോളിഡ് വേസ്റ്റ് ആയിട്ടുള്ള എല്ലാതും നമുക്ക് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ളതായിരിക്കും. അത് ഗാർബേജസ് ആവാം, വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളാവാം, ദെൻ റബ്ബിഷ് ഗ്ലാസ്സസ് ആവാം, പേപ്പർ ആവാം, പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതൊക്കെ സോയിൽ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസസ് പൊല്യൂട്ട് സോയിൽ. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് രാസവളങ്ങളാണ്, അത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം സോയിലിന് കേടാണ്. ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, സോയിൽ കണ്ടീഷണേഴ്സ്, so on alter the basic composition of the soil and make the soil toxic for plant growth. അപ്പോൾ ഈ പറയുന്ന എലമെൻറ്റ്സ് ഒക്കെ മണ്ണിൽ മിക്സായ അത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെയാണ് ബാധിക്കുന്നത്. കാരണം അത്രയും ടോക്സിക്കായ എലമെൻറ്റ്സ് മണ്ണിൽ മിക്സായി കഴിഞ്ഞാൽ അത് പ്ലാന്റ് എങ്ങനെയും വളരും. ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു അതിൽ നിന്ന് കിട്ടുന്നത് ഫുഡാക്കിയാലും അത്രയും ഡേഞ്ചറസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഴ്സ് ആയാലും ഇൻസെക്ടിസൈഡ്സ് ആയാലും അത് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിനിമം ലെവലിൽ നിന്ന് വിട്ടുപോയാൽ അത് അത്രയും ഡേഞ്ചറസ് ആണ്. മണ്ണിനും മണ്ണിലൂടെ മനുഷ്യനും ബാക്കി വരുന്ന ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ഇത് ഡേഞ്ചറസ് ആണ്. ദെൻ റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്. റേഡിയോ വേസ്റ്റ് ഫ്രം മൈനിങ് ആൻഡ് ന്യൂക്ലിയർ പ്രോസസ് മേ റീച്ച് സോയിൽ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് വരുന്നത് മൈനിങ്ങിലൂടെ അല്ലെങ്കിൽ ഖനനം ആ ഒരു ടൈമിലൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ്
മണ്ണിൽ മിക്സ് ആവുന്നത്. അതേപോലെ തന്നെ ന്യൂക്ലിയർ പ്രോസസ്സിലൂടെ ന്യൂക്ലിയർ എക്സ്പ്ലോഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് മണ്ണിലേക്ക് വരുന്നത്. ഇതെല്ലാം സോയിലിൽ റീച്ച് ആവുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ തന്നെ സോയിൽ പൊല്യൂഷന് കാരണമാവുകയാണ്. From the soil they reach the plants and then into the grazing animals. From where reach the man through milk, meat, etc. ഓക്കെ, അപ്പോൾ സോയിലിലെത്തുന്ന ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് പ്ലാന്റ്സിലേക്കാണ് ആദ്യം എത്തുന്നത്. പ്ലാന്റ്സിൽ നിന്ന് അത് ഗ്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുല്ല് മേയുന്ന ആനിമൽസിലേക്ക് എത്തും. ആ ആനിമൽസിൻ്റെ മിൽക്കും മീറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഹ്യൂമൻ ബീങ്സിലേക്കും എത്തുകയാണ്. ഇൻ റിട്ടാർഡ് ആൻഡ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് മാൻ, അത് മനുഷ്യനിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ അത്രയും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബാഡായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് കൊണ്ടുവരുന്നത്. നൗ എഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ. ലോങ് അപ്ലിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സീവേജ് വേസ്റ്റ് മേ കോസ് ദ ലാൻഡ് കംപ്ലീറ്റ്ലി ഇൻഫെർട്ടൈൽ. മണ്ണിൻ്റെ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫലഭൂവിഷ്ഠതയെ ബാധിക്കുന്ന പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് സീവേജ് വേസ്റ്റുകൾ ഒരുപാട് കാലം ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ആ മണ്ണിൻ്റെ ക്വാളിറ്റീന് അത് അത്രയും കുറഞ്ഞ് വന്നിട്ട് ഇൻഫെർട്ടൈലായിട്ട് ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറിന് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസും ആ മണ്ണിൽ നടക്കാതെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടിട്ട് തരിശു നിലമായിട്ടത് മാറും. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് പ്രിവെൻറ്റ് റെഡി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ബൈ പ്ലാന്റ് റൂട്ട്സ്. അപ്പം മണ്ണിൽ ഈ പറയുന്ന പോലെ സോൾട്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ആ മണ്ണിൽ നിന്ന് പിന്നെ വാട്ടറും ന്യൂട്രിയൻസും ഒന്നും വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ദ ചേഞ്ച് ഓഫ് pH ഓഫ് ദ സോയിൽ മേ അഫക്റ്റ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അതേപോലെ തന്നെ മണ്ണിൻ്റെ pH ലെവലിൽ വരുന്ന ചേഞ്ചസ് പ്ലാന്റ് ഗ്രോത്തിനെ ബാധിക്കാം. സോളിഡ് വേസ്റ്റ് റിസൾട്ട് ഇൻ ഒഫെൻസീവ് ഓർഡർ ആൻഡ് കോസ് ക്ലോഗിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഫിൽറ്റർ. അതേപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ ഒഫെൻസീവായിട്ടുള്ള അത്രയും ബാഡ് സ്മെല്ലും ഉണ്ടാക്കും. അതേപോലെ തന്നെ വാട്ടറിൻ്റെ ഫിൽട്ടർ ചെയ്തിട്ട് ഒരു പ്യൂരിറ്റീനെ ഇല്ലാതാക്കുന്ന പറയുന്നത്. എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് കനോട്ട് സപ്പോർട്ട് മൈക്രോബിയൽ ഫ്ലോറ. അപ്പോൾ മണ്ണിൻ്റെ അടിയിലുള്ള സൂക്ഷ്മജീവികളുണ്ട് അല്ലെങ്കിൽ മണ്ണിൻ്റെ ആ ഒരു ക്വാളിറ്റീനെ കാത്തു സൂക്ഷിക്കുന്ന ബാക്ടീരിയാസൊക്കെ ഉണ്ട്. അതിൻ്റെ നിലനിൽപ്പിനെയും ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം ഇല്ലാതാക്കുന്ന പറയുന്നത്. രാസവളങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയാസിനെ നമുക്ക് ആവശ്യമുള്ള നല്ല ഗുണങ്ങളുള്ള ബാക്ടീരിയാസിനെ പോലും അത് ഇല്ലാതാക്കും. The radioactive waste dumped into the soil are more complicated because they remain in soil for thousands of years. അതേപോലെ തന്നെ മൈനിങ്ങിലൂടെയും ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൂടെയൊക്കെ വരുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് മണ്ണിൽ ഡിസ്പോസ് ചെയ്താൽ അത് ആയിരക്കണക്കിന് വർഷങ്ങളോളം മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആ മണ്ണിൻ്റെ ക്വാളിറ്റീനെ ഇല്ലാതാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് അത്രയും വർഷങ്ങളോളം മണ്ണിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് സോയിൽ പൊല്യൂഷൻ്റെ എഫക്ട്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. നൗ പ്രിവെൻഷൻ ഓഫ് സോയിൽ. ഹൗ ടു പ്രിവെൻറ്റ് സോയിൽ പൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ടോപ്പിക്ക്. സെപ്റ്റിക് ടാങ്ക്സ് ആർ പ്രൊവൈഡഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് സീവേജസ്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്റ്റിക് ടാങ്ക്സ് പ്രൊവൈഡ് ചെയ്യണം. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. ഇൻഡസ്ട്രിയൽസ് നിന്ന് വരുന്ന അല്ലെങ്കിൽ ഫാക്ടറീസ് നിന്ന് വരുന്ന മാലിന്യങ്ങളെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. മോഡേൺ ഡിസ്പോസൽ മെത്തേഡ്സ് ഫോർ ആപ്ലിക്കേഷൻ ഓഫ് വേസ്റ്റ് ഓൺ ലാൻഡ്. നമ്മൾ എങ്ങനെ മണ്ണിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതിനുള്ള മോഡേൺ ഡിസ്പോസൽ മെത്തേഡ്സ് കൊണ്ടുവരണം. സെപ്പറേഷൻ ഓഫ് ഈച്ച് വേസ്റ്റ് ഫോർ റീസൈക്ലിംഗ്. അതേപോലെ തന്നെ റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് എന്ന് പറയുന്ന ആ പരിപാടികൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരണം. അതേപോലെ തന്നെ ഓരോ വേസ്റ്റും സെപ്പറേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ബാക്കി മെറ്റീരിയൽസ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് റീസൈക്കിളിന് കൊണ്ടുവരണം. പെസ്റ്റിസൈഡ്സ് യൂസ് ഷുഡ് ബി റെഗുലേറ്റഡ്. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സിൻ്റെ കീടനാശിനികളുടെയൊക്കെ ഉപയോഗം മിനിമൈസ് ചെയ്യണം എന്നുള്ളത്, ഏറ്റവും മിനിമം കുറയ്ക്കണം എന്നാണ് പറയുന്നത്. മിനിമൈസ് ചെയ്യണം അല്ലെങ്കിൽ മാക്സിമം അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദി യൂസ് ഓഫ് സിന്തറ്റിക് ഇൻസെക്ടിസൈഡ്സ് ഷുഡ് ബി അവോയ്ഡഡ്. സിന്തറ്റിക് ഇൻസെക്ടിസൈഡ്സിൻ്റെ ഉപയോഗം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. റീപ്ലേസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ബൈ ബാക്ടീരിയൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് കമ്പോസ്റ്റ്. അപ്പോൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഈ ഒരു രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കണം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ക്യാൻ ബി ഫോളോ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസ്പോസൽ ഓൺ ലാൻഡ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് അതിൻ്റെ ഒരു ടോക്സിക് ലെവൽസ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് വേണം മണ്ണിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ആൻഡ്
റീസൈക്കിൾ, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കണമെന്ന്. കാരണം എന്നാൽ പിന്നെ അത്രയും അതിൻ്റെ അളവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സോയിൽ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് സോയിൽ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്.